അലാസ്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. ട്രംപ് വലിയ സ്വീകരണമൊക്കെ ഒരുക്കി. പക്ഷെ പുടിൻ അതിനേക്കാൾ ഗംഭീര വരവാണ് വന്നതെന്ന് പറയുന്നല്ലോ. അല്ല, പുടിൻ്റെ വരവിന് നമ്മൾ ചിലപ്പം ഈ ആന അമ്പാരിയൊക്കെ വരുമ്പോഴത്തേക്ക് വലിയ ആഘോഷമാണെന്ന് പറയും. അതെ. പക്ഷെ പുടിൻ വന്നത് വളരെ കൂളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതാണ്ട് ഞാൻ പല വിദേശ മാധ്യമങ്ങളൊക്കെ വായിച്ചപ്പോൾ പുടിൻ വളരെ മിനിമം സെക്യൂരിറ്റി ആയിട്ടാണ് വന്നത്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിലും അല്ലെ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ഇപ്പോൾ വാങ് യി ഇന്ത്യയിൽ തിങ്കളാഴ്ച വരുവാണ്, ചൈനീസ് വിദേശകാര്യമന്ത്രി. നമ്മുടെ പ്രധാനമന്ത്രി 31-ാം തീയതി ചൈനയിലേക്ക് പോകുന്നതിൻ്റെ മുന്നൊരുക്കങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ പുടിൻ വരുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യ അമേരിക്ക ചർച്ചകൾ ഒരുപാട് ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള കമാൻഡേഴ്സ് ഉൾപ്പെടെയുള്ള SPG ഉൾപ്പെടെയുള്ള ടീം അവിടെ പോകും. ആദ്യം തന്നെ നേരത്തെ പോകും. എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ ഒരു മേൽനോട്ടം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ റഷ്യയുടെ ടീമും പോയിരിക്കാം. പക്ഷേ പുടിൻ്റെ കൂടെ അധികം പേരെയൊന്നും കണ്ടില്ല. കാരണം പുടിൻ്റെ കംപ്ലീറ്റ് സുരക്ഷ ഏറ്റെടുത്തിരുന്നത് അമേരിക്കയാണ്. പുടിൻ വരുന്ന വിമാനം വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ അകമ്പടിയായിട്ട് വന്നത് അമേരിക്കൻ F-22 ആണ്. പുടിനെ തിരിച്ചു കൊണ്ടാക്കുമ്പോഴും അമേരിക്കൻ F-22 പോകുന്നു, ക്രെംലിനിലേക്ക് പോകുന്നു. അപ്പോൾ അകമ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊടി പോലും ദേഹത്ത് വീഴാതെ, ഒരു തരി മണ്ണ് പോലും വീഴാതെ പുടിനെ കൊണ്ടുവന്നത് അമേരിക്കൻ സൈന്യമാണ്, അമേരിക്കൻ വ്യോമസേനയാണെന്ന് പറയാം. മാത്രമല്ല അവിടെ വന്ന് പുടിൻ അവിടെ ട്രംപുമായിട്ട് ഹസ്തദാനം ചെയ്യുന്ന സമയത്ത് B-12 വിമാനങ്ങളുടെ ഒരു വ്യൂഹം മുകളിലൂടെ വന്ന് എയർ സല്യൂട്ട് കൊടുത്തു പുടിന്. അതൊക്കെ ഗംഭീര വരവേൽപ്പായിരുന്നു. പക്ഷേ അതിനകത്ത് അധികം പറയാത്തൊരു കാര്യം, അതായത് പുടിൻ വന്ന വിമാനം ഏതാണ്? ഇപ്പോൾ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരുന്നു, എയർഫോഴ്സ് 1 അല്ലേ? അതെ. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനങ്ങളിലൊന്നാണ് എയർഫോഴ്സ് 1. അതിനെ മിസൈൽ ആക്രമണത്തെ വരെ ചെറുക്കും. മിസൈലൊന്നും അടിച്ചാൽ ഒന്നും പറ്റില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാൽ പ്രസിഡന്റിനെ സുരക്ഷിതമായി താഴെ ഇറക്കാനുള്ള സംവിധാനം വരെയുണ്ട്. മാത്രമല്ല ഇത് യാത്രാ വിമാനമാണ് എയർഫോഴ്സ് 1 എന്ന് പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് വിമാനം. പക്ഷേ വേണ്ടി വന്നാൽ അതിനൊരു അറ്റാക്ക് ഫൈറ്റർ ജെറ്റ് പോലെ പ്രവർത്തിക്കാനും പറ്റും. അതായത് ഇതിൽ നിന്ന് വേണേൽ മിസൈലൊക്കെ അയച്ച് ആക്രമിക്കാനും പറ്റും എയർഫോഴ്സ് 1 എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് വിമാനത്തിന്. അതിന് അകമ്പടിയായിട്ട് മറ്റു വിമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇവിടെ കൊച്ചിൻ നേവൽ ബേസിൽ ഇറങ്ങിയിട്ട് തൃശ്ശൂർക്കും അവിടെയും പറന്നു പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഉണ്ടാവും, ഒപ്പം അതേപോലെയുള്ള 2 ഹെലികോപ്റ്ററുകൾ അകമ്പടിയായിരിക്കും. അങ്ങനെ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോഴും വായുവിലൂടെ പോകുമ്പോഴും സുരക്ഷ ഒരുക്കിയിട്ടാണ് ഈ ലോക നേതാക്കന്മാർ സഞ്ചരിക്കുന്നത്. അപ്പം ഈ അമേരിക്കൻ പ്രസിഡന്റ് വിമാനം ലോകത്തെ എമ്പാടും വാഴ്ത്തപ്പെട്ടിട്ടുള്ള ഒന്നാണ് എയർഫോഴ്സ് 1. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി പോലും എയർ ഇന്ത്യ 1 എന്ന് പറയുന്ന എയർ ഇന്ത്യ 1 അല്ല, ഇന്ത്യ 1 എന്ന പേരിൽ നമ്മൾ പ്രത്യേക വിമാനം പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അതീവ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള വിമാനങ്ങളാണ്. പക്ഷേ ഈ വിമാനങ്ങളുടെ ഒരു പ്രത്യേകത എന്തറിയോ? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബോയിങ് വിമാനങ്ങൾ ഇന്ത്യൻ നിർമ്മിത വിമാനം അല്ലല്ലോ, അല്ല, അമേരിക്കൻ നിർമ്മിത വിമാനമാണ്. ഈ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് അമേരിക്കയാണ്. അത് ഉപയോഗിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ പല രാജ്യ തലവന്മാരും അവരുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു. അത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനങ്ങളാണെന്ന് പറഞ്ഞ് അതിൽ യാത്ര ചെയ്യുന്നു. മിസൈൽ ആക്രമണം പോലും ചെറുക്കും, എവിടെ വേണേലും ലാൻഡ് ചെയ്യാം. അതിൽ യാത്ര ചെയ്യുന്ന VVIPക്ക് അതിസുരക്ഷിതമായി ഒരു അപകടമുണ്ടായാൽ താഴെ ഇറങ്ങാനുള്ള സംവിധാനമുണ്ട്. അത്യാവശ്യം മെഡിക്കൽ സംവിധാനം വരെ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിമാനത്തിലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് ഉണ്ടാക്കി തന്നിരിക്കുന്ന ആരാന്നറിയോ? അമേരിക്കയാണ്. അതായത് അമേരിക്ക ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ബോയിങ്ങിൻ്റെ വിമാനങ്ങളിലെല്ലാം, അല്ലെങ്കിൽ അമേരിക്ക നമുക്ക് തരുന്ന യുദ്ധവിമാനങ്ങളിലെല്ലാം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ ഓഫ് ചെയ്യാനുള്ള സംവിധാനം വരെ ഉണ്ടെന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? കില്ലർ സ്വിച്ചുകൾ വരെ ഈ വിമാനങ്ങളിലുണ്ട്. അപ്പോൾ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലുള്ളപ്പോൾ ഇത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റ് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക വിമാനമാണ് എന്നും പറഞ്ഞ് അമേരിക്ക ഉണ്ടാക്കി തരുമ്പോൾ അതിൽ എന്തെല്ലാം സംവിധാനങ്ങൾ കാണും? അതെ, വേണ്ടി വന്നാൽ അതിനകത്ത് നടക്കുന്ന വിവരങ്ങൾ മുഴുവൻ ചോർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കില്ലർ സ്വിച്ചുകൾ ഉണ്ടാവാം. ആ വിമാനത്തെ ഏതെങ്കിലും സമയത്ത് പറക്കാത്ത നിലയിലാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ എന്താ ഉറപ്പാക്കാൻ പറ്റുക? നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഈ സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തും. പക്ഷേ എനിക്ക് തോന്നുന്നു ലോകത്തെ 2 രാജ്യങ്ങൾക്കാണ് എന്നാൽ ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ലാതെ തങ്ങളുടെ രാഷ്ട്രത്തലവന്മാരെ 100% സെക്യൂറായി പറത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന വിമാനങ്ങളുള്ളത്. അത് ഒന്ന് അമേരിക്കയ്ക്ക് തന്നെയാണ്, ബോയിങ് ഒക്കെ അവരുടെയാണ്. രണ്ടാമത്തത് അത് റഷ്യക്കാണ്.
റഷ്യ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ 100% റഷ്യനാണ്. ഇപ്പോൾ ഇന്നലെ അലാസ്കയിൽ ക്രെംലിനിൽ നിന്ന് പറന്ന് പുടിൻ വന്നിറങ്ങിയ വിമാനം, അതിൻ്റെ പേര് ഞാൻ നോക്കി, ഇലൂഷൻ Il-96 300PU എന്ന് പറയുന്ന വിമാനമാണ്. അതായത് ഇലൂഷൻ എന്ന് പറഞ്ഞാൽ കമാൻഡ് പോയിൻ്റ് എന്നാണ്, അതായത് കമാൻഡ് കൊടുക്കുന്ന നിയന്ത്രണ കേന്ദ്രം എന്ന് പറയാം അല്ലേ. അതെ. അപ്പോൾ പ്രസിഡന്റ് എവിടെ ഇരിക്കുന്നു അതാണ് കമാൻഡ് പോയിന്റ്. അപ്പോൾ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഈ വിമാനത്തിന് ഇലൂഷൻ Il-96 300PU അല്ലെങ്കിൽ Il-96 എന്ന് പറയാം. ആ വിമാനത്തിലാണ് ഇന്നലെ പുടിൻ വന്നിറങ്ങിയത്. ഇത് സമ്പൂർണമായും റഷ്യൻ നിർമ്മിതമായ വിമാനങ്ങളാണ്. ഇതിനൊപ്പം സഞ്ചരിക്കാനുള്ള വിമാന വ്യൂഹത്തിലുള്ളത് ഇലൂഷൻ Il-62, ടുപ്ലേവ് Tu-154, സുഖോയ് സൂപ്പർ ജെറ്റ് 100 എന്നീ വിമാനങ്ങൾ ഇതിനൊപ്പം സഞ്ചരിച്ചിരുന്നു റഷ്യയിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഈ 3 വിമാനങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. സുഖോയ് സ്പെഷ്യൽ സൂപ്പർ ജെറ്റ് 100 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ റഷ്യയുടെ ഏറ്റവും കരുത്തുറ്റ വിമാനങ്ങളിലൊന്നായിട്ടാണ് പറയുന്നത്. നമ്മളിത് സുഖോയ് M30 കാര്യമൊക്കെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സൂപ്പർ ജെറ്റ് 100 എന്ന് പറയുന്ന വിമാനം അവരുടെ ഏറ്റവും അത്യാധുനികമായ വിമാനമാണ് എന്നാണ് പൊതുവിൽ സൈറ്റുകളിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇലൂഷൻ 11 അല്ല, Il-96 എന്ന് പറഞ്ഞാൽ കമാൻഡ് പോയിൻ്റാണ്. അതായത് പ്രസിഡന്റ് സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് പ്രസിഡന്റിൻ്റെ ഓഫീസാണ്. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ആണവ രാജ്യങ്ങളുടെ തലവന്മാരുടെ കൂടെ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരിക്കും. ഈ ബ്രീഫ് കേസിലാണ് അവരുടെ ആണവായുധങ്ങളുടെ പാസ്വേഡ് ഇരിക്കുന്നത്. ഒരു ആണവയുദ്ധം ഉണ്ടാകണമെങ്കിൽ അതിന് പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തലവൻ്റെ അംഗീകാരം വേണം. അതിന് ഈ ആണവ ബ്രീഫ് കേസ് ഓപ്പൺ ചെയ്ത് അതിൽ പ്രസിഡന്റിന് മാത്രം അറിയാവുന്ന പാസ്വേഡ് ആയിരിക്കണമെന്നില്ല. കാരണം ഒരു പാസ്വേഡ് ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു നേരത്തെ മൻമോഹൻ സിംഗ് ഇരുന്നു. മൻമോഹൻ സിംഗിന് പാസ്വേഡ് അറിയാം. മൻമോഹൻ സിംഗ് മാറിക്കഴിയുമ്പോൾ മോദി വരും, ആ പാസ്വേഡ് പിന്നെ മാറ്റേണ്ടി വരും. അതിനൊക്കെ പകരം ഇപ്പോൾ പലയിടത്തും പറയുന്നത് നിലവിലുള്ള പ്രസിഡന്റിൻ്റെ വിരലടയാളമായിരിക്കും, തമ്പ് ഇംപ്രഷനാണ്. അതിട്ട് കഴിയുമ്പോൾ മാത്രമേ ഇതെല്ലാം റെഡിയാക്കി വെച്ചാലും ഈ ആണവ മിസൈലുകൾ അയക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ റഷ്യക്ക് അതല്ല, പെരിമീറ്റർ സംവിധാനമുണ്ട്. ഡെഡ് ഹാൻഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നൊരു സംവിധാനം ഇന്നിപ്പോൾ ലോകത്തുള്ളത് റഷ്യക്ക് മാത്രം. റഷ്യയിലൂടെ പ്രസിഡന്റ് ഉൾപ്പെടെ സൈനിക മേധാവികൾ ഉൾപ്പെടെ സമ്പൂർണ്ണ സൈന്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞാലും അറ്റാക്ക് ചെയ്യാനുള്ള അപ്പോൾ സിസ്റ്റം റീഡ് ചെയ്യും, എനിക്ക് കമാൻഡ് വല്ലതും വരുന്നുണ്ടോ. പക്ഷേ എൻ്റെ രാജ്യത്ത് റഷ്യയിലൊരു ആണവ മിസൈൽ വന്ന് വീണതിൻ്റെ പ്രകമ്പനം സെൻസറുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാനും മിനിറ്റുകൾ നോക്കും. തിരിച്ചെന്ത് ചെയ്യണമെന്ന് എനിക്ക് കമാൻഡ്സ് തരാൻ ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ സമയത്തിനുള്ളിൽ കമാൻഡുകളൊന്നും വരുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഈ പെരിമീറ്റർ ആക്റ്റീവ് ചെയ്യും. അതിൽ നിന്ന് ചില മിസൈലുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ മിസൈലുകൾ റേഡിയോ സിഗ്നലുകൾ അയച്ച് രാജ്യത്തിനകത്തും പുറത്തും കടലിലും അന്തർവാഹിനിയിലും ഒക്കെ വിന്യസിച്ചിട്ടുള്ള വാർഹെഡുകളെ, ബാലിസ്റ്റിക് മിസൈലുകളെ, ന്യൂക്ലിയർ വാർഹെഡുകളെ ആക്ടിവേറ്റ് ചെയ്യും. ഇതെല്ലാം കൂടെ 1700ഓളം ആണവ പോർമുന ഘടിപ്പിച്ച മിസൈലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട്, കടലിലും ഒക്കെ ആയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഞാൻ പറയാൻ കാരണം അന്തർവാഹിനികൾ കാര്യമാണ്. അന്തർവാഹിനി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ അടുത്തിടയ്ക്ക് ഒരു അന്തർവാഹിനിയുടെ കമാൻഡറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വായിക്കാനിടയായി. അദ്ദേഹം പറയുകയാണ്, അന്തർവാഹിനി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അന്തർവാഹിനിക്കകത്ത് കാഴ്ചയില്ല, കാണാൻ പറ്റില്ല. മുന്നിൽ എന്താണെന്ന് കാണാൻ പറ്റില്ല. എല്ലാം റേഡിയോ സോണാർ വഴി അയച്ചിട്ട് അത് സിഗ്നൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകത്തില്ല. പെട്ടെന്നൊരു അന്തർവാഹിനിയിലേക്ക് ഇവിടുന്ന് നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നത്, കൊച്ചിയിലാണോ, നിങ്ങൾ ചെല്ലാനത്തേക്ക് വാ എന്ന് വിളിച്ചു പറഞ്ഞാലൊന്നും വരാൻ പറ്റില്ല. അത് എപ്പോൾ അത് സിഗ്നലുകൾ സ്വീകരിക്കാൻ സജ്ജമാവുന്ന ആ സമയത്ത് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ പൊതുവിലുള്ള സ്ഥിതി. പക്ഷേ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഈ കമ്മ്യൂണിക്കേഷൻസ് ട്രാക്ക് ചെയ്ത് അവർ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഈ അന്തർവാഹിനികൾ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയും 6 മാസമൊക്കെയാണ് ഈ കടലടി കിടക്കുന്നത്. അപ്പോൾ കടലടി പോയി ചുമ്മാ ഇവിടെ കൊച്ചി കടലിൽ കിടക്കുകയല്ല. ഇവിടുന്ന് നമ്മൾ നേരെ പോയാൽ ചിലപ്പോൾ അന്റാർട്ടിക്കയിലായിരിക്കും. അന്തർവാഹിനികൾ എല്ലാ കടലുകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഗോള താല്പര്യങ്ങളുള്ള റഷ്യയുടെയും അമേരിക്കയുടെയും അന്തർവാഹിനികൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറയുന്ന പെരിമീറ്റർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് മിസൈലുകൾ പാഞ്ഞു വരും. കാരണം ചിലത് അമേരിക്കയുടെ അടുത്തായിരിക്കും, ചിലത് നമ്മുടെ കൊച്ചിയിലായിരിക്കും, കൊച്ചി കടലിലായിരിക്കും ചിലപ്പോൾ റഷ്യയുടെ അന്തർവാഹിനി നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ
പാഞ്ചിയിലും. അതാണ് പെരിമീറ്റർ സംവിധാനം. നമ്മൾ അതിലേക്ക് നമ്മുടെ വിഷയം അതല്ല, നമ്മളതേക്കുറിച്ച് വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഇലൂഷൻ Il-96 എന്ന വിമാനത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ 4 എഞ്ചിനുണ്ട്. 4 എഞ്ചിനുകളുള്ള വിമാനമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അതിനകത്ത് മിക്കവാറും സംവിധാനങ്ങളൊക്കെ, അതായത് പ്രസിഡൻറ്റിന് കിടക്കാനുള്ള ബെഡുണ്ട്, കിടക്ക, ടോയ്ലറ്റ്, ഇതെല്ലാം പോർട്ടബിളാണ്. അതായത് വിമാനത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ല. ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ഫിറ്റ് ചെയ്യുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ബയോളജിക്കൽ അറ്റാക്ക് പോലും നടക്കാൻ പാടില്ല. പ്രസിഡന്റിൻ്റെ കിടക്കയിൽ വിമാനത്തിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരുപാട് ആളുകൾ അതിൽ വന്ന് ഇടപെടുന്നത്, ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ ക്രൂ ഒക്കെ വരും. അവിടെ എന്തെങ്കിലും ഒരു വിഷവസ്തുവോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് അപകടകരമാകും. ടോയ്ലറ്റ്, വാഷ്റൂമിൽ പോകുമ്പം അവിടുത്തെ ക്ലോസറ്റിലും അല്ലെങ്കിൽ പൈപ്പുകളിലും വെള്ളത്തിലുമൊക്കെ ടാപ്പുകളിലുമൊക്കെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് സഞ്ചരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇതുകൊണ്ടൊന്ന് പുതിയ സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള അറ്റാക്കുകളും ഉണ്ടാവാത്ത തരത്തിലാണ് ഈ വിമാനം സജ്ജീകരിച്ചത്. ഏറ്റവും ആധുനികമായ ലക്ഷൂറിയസ് സംവിധാനങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, റഷ്യയ്ക്ക് ഒരു കൗതുകരമായ പരിപാടിയുണ്ട്. റഷ്യ, അത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്താവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പുട്ടിൻ്റെ കാലത്താവട്ടെ, ഈ പുട്ടിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളെ ലോകത്തിൻ്റെ പല ഭാഗത്തും റഷ്യ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ മൊസാദൊക്കെ ചെയ്യുന്ന പോലെ. അത് വെടിയുണ്ടയും ബോംബും കൊണ്ടല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഷം കുത്തിവെച്ചാൽ കൊല്ലാറുള്ളത് അല്ലേ? പലയിടത്തും ഈ റഷ്യയുടെ ശത്രുക്കൾ കൊല്ലപ്പെട്ടിട്ടുള്ള വിഷം ഉള്ളിൽ ചെന്നോ വിഷം കുത്തിവെച്ച് ഇഞ്ചക്ട് ചെയ്തിട്ടുമാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് കിടക്കുന്ന കിടക്ക, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏറ്റവും ഹൈ സെക്യൂരിറ്റി അലേർട്ട് സംവിധാനം കൊടുക്കുന്ന തരത്തിൽ അത്രയും അലേർട്ടോടുകൂടി കാത്തു സൂക്ഷിക്കുന്നത്. കാരണം ഇത് റഷ്യ ചെയ്യുന്ന പണി അതൊക്കെ. അതുകൊണ്ട് ഏതെല്ലാം തരത്തിൽ വരുമെന്നറിയാം. അപ്പോൾ ഏതാണ്ട് നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മൾ വളരെ വ്യാപകമായി റഷ്യൻ പ്രസിഡന്റിൻ്റെ വിമാനത്തെക്കുറിച്ച് തിരഞ്ഞപ്പോൾ കിട്ടിയത്. ഒരു പക്ഷേ നമുക്കറിയാവുന്നത് ഈ ലഭ്യമായ കാര്യങ്ങൾ ഇത്രയാണ്. കാരണം എയർഫോഴ്സ് വണ്ണിനെ കുറിച്ച് ഒരുപാട് ദീർഘമായ ലേഖനങ്ങളൊക്കെ ഉണ്ട്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന കാറിനെക്കുറിച്ച്, വിമാനത്തെക്കുറിച്ച് ഒക്കെയുണ്ട്. പക്ഷേ റഷ്യൻ പ്രസിഡന്റിൻ്റെ വിമാനത്തെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ 4 എഞ്ചിനുള്ള വിമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 10,000 കിലോമീറ്ററിനപ്പുറത്തേക്ക് നിർത്താതെ പറക്കാൻ പറ്റും. നിർത്താതെ പറക്കാൻ പറ്റുന്ന വിമാനങ്ങൾ, ഇങ്ങനെയുള്ള വിമാനങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രം. ചൈനയ്ക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുക്കാം എന്ന് വരും. അപ്പോൾ ഇത്രയും 4 എഞ്ചിനുള്ള ബോയിങ് ലെവലിലുള്ള വിമാനങ്ങൾ, അതിന് തത്തുല്യമായ വിമാനം ഫ്രാൻസിലുണ്ട് കേട്ടോ. അതായത് ഫ്രാൻസിൻ്റെയാണ് എയർബസ്. അമേരിക്കയുടെ ബോയിങ് എന്ന് പറയുന്നത് ഫ്രാൻസ് ഉണ്ടാക്കുന്നതാണ് എയർബസ്. പക്ഷേ അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിനില്ലേ എന്നൊരു ചോദ്യം വരും. പക്ഷേ ഫ്രഞ്ച് പ്രസിഡന്റിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരം. കാരണം എയർബസ് എന്ന് പറയുന്ന ഈ വിമാനത്തിൻ്റെ പാസഞ്ചർ ക്യാബിൻ മാത്രമേ ഫ്രാൻസ് ഉണ്ടാക്കുന്നുള്ളൂ. അതിൻ്റെ എഞ്ചിൻ വരുന്ന അമേരിക്കയിൽ നിന്നാണ്, ചിറകുകൾ ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ ഈ 100% എയർബസ് എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ സ്വന്തമല്ല. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പ്രസിഡന്റിന് കിട്ടുന്ന ഈ വിമാനത്തിൻ്റെ യാത്രക്കാരുടെ ക്യാബിൻ ഉണ്ടാക്കുന്നത് ഫ്രാൻസാണ്. ബാക്കി സംവിധാനങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുവാണ്. പക്ഷേ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ് വിമാനത്തിൻ്റെ എൻജിൻ മുതൽ ഏറ്റവും ചെറിയ സ്ക്രൂ വരെ അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായി സ്വന്തം വിമാനങ്ങളിൽ നിർഭയം നിരന്തരം സഞ്ചരിക്കാൻ കഴിയുന്ന 2 ലോക നേതാക്കന്മാരേ ഉള്ളൂ. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റും മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.